കമോൺ ഗൈസ്, നമുക്കിന്ന് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് പ്രിൻറ്റബിൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സിനടുത്ത് വരയ്ക്കാം. ഇനി വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്കെച്ച് എടുക്കാം. സ്കെച്ച് എടുക്കുന്നത് നല്ല സ്വഭാവമല്ല, പക്ഷേ വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനല്ലേ, സ്കെച്ച് എടുത്തേ പറ്റൂ. സ്കെച്ച് എടുക്കുമ്പോഴുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റ് പൊസിഷൻ കിട്ടത്തില്ല, സൂം ഇൻ ആവും, സൂം ഔട്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസാണ്. ഞാനും ഇവിടെ സ്കെച്ച് എടുക്കുന്നുണ്ട്. ഇനി സ്വന്തമായി വരച്ച് കുളമാക്കുമെന്ന് ഷുവറുള്ളവർ വരയ്ക്കണ്ട, സ്കെച്ച് എടുത്താൽ തന്നെ മതി. പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കിനി ബ്ലാക്ക് പെൻ എടുത്ത് വരയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ജെൽ പെന്നായാലും മതി. അതിനുശേഷം നമുക്ക് ഈ പെൻസിൽ കൊണ്ട് വരച്ചതെല്ലാം മായ്ച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്കേഴ്സിനെല്ലാം ഒന്ന് കളർ ചെയ്യാം. കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ബ്രഷ് പെൻസാണ്, ഡോംസിൻ്റെ. കുറച്ച് ബ്ലഷൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സിൻ്റെ കളേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഗ്യാപ്പ് വിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതിനുശേഷം നമുക്കൊരു വലിയ ടേപ്പ് എടുക്കുക. ഈ സ്റ്റിക്കേഴ്സ് എല്ലാത്തിനും എടുത്ത് നമുക്ക് ഒട്ടിക്കാം. എന്നിട്ടൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാം. അതിനുശേഷം നമുക്ക് അതേ സ്റ്റിക്കറിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഫസ്റ്റ് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിക്കറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ചധികം സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്റ്റിക്കറിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ ഇളക്കി മാറ്റിയിട്ട് പേസ്റ്റ് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ.